എപ്പോഴും നമുക്ക് ചിരിപ്പിക്കാനാണ് പാട്. ചിരിപ്പിക്കാനാണ് ഒരാളെ ചിരിപ്പിക്കാൻ ഭയങ്കര പാടാണ്. നമ്മൾ സ്റ്റേജിലാണെങ്കിലും സിനിമയിലാണെങ്കിലും കരയിപ്പിക്കാൻ ഒരാളെ കണ്ണ് നിറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മറ്റേയാളെ കണ്ണ് നിറയും. അത് ചേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണോ? ഞാൻ ചേഞ്ച് ചെയ്ത് ഒരു പ്രാവശ്യം കാസർഗോഡ് സ്ലാങ് ചെയ്തിട്ടുണ്ട്, പുത്തൻ പണത്തിൽ. അതും ഇതും കോഴിക്കോടായിട്ട് കുറച്ച് എളുപ്പമുണ്ട് ചെയ്യാൻ. ഇനി ഒരു ട്രിവാൻഡ്രം സ്ലാങ് വരുവാണെങ്കിൽ ചിലപ്പോൾ പകുതി വെച്ച് പൊട്ടിപ്പോവും. ഇങ്ങനത്തെ ആൾക്കാർ എപ്പോഴും പുറമെ ഭയങ്കര മാന്യന്മാരായിരിക്കും, വളരെ നീറ്റിൽ ഡ്രസ് ചെയ്ത്. നമ്മളിങ്ങനെ പറയില്ലേ പകൽമാന്യനൊക്കെ, അതുപോലത്തെയാണ്. ഉള്ളിലിരിപ്പ് ഭയങ്കര മോശമായിരിക്കും. ആ പാട്ട് നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് നല്ല റെസ്പോൺസ് ആയിരുന്നു ആ പാട്ടിന്. നമ്മുടെ മാനറിസംസ്, നമ്മൾ ഇടുന്ന കാര്യങ്ങൾ, ഈ അതിൽ കോസ്റ്റ്യൂമും മേക്കപ്പിനും ഒക്കെ വലിയൊരു പങ്ക് തന്നെയുണ്ട്. അതല്ലാതെ നമ്മുടെ മാനറിസംസും നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഹായ്, ഞാൻ അശ്വതി. കൗമുദി മൂവീസിലെ പുതിയ എപ്പിസോഡ് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മധുരക്കണക്ക് എന്ന സിനിമയിലെ വിശേഷങ്ങൾ പറയേണ്ട ഒരു ക്രൂ ആണ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോൾ നമുക്ക് വെൽക്കം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. എന്താണ് മധുരക്കണക്ക്? എന്താണ് മധുരക്കണക്ക്? അല്ല, മധുരക്കണക്ക് എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു സിനിമ, മൊത്തത്തിലൊരു നല്ലൊരു ഈ മധുരക്കണക്ക് എന്നുള്ളൊരു പേരിന്റെ ഒരു അത് മധുരമായ കണക്കിലൂടെ മധുരമായ ഒരു കണക്ക് പറയുന്ന ഒരു ലൈഫിൽ ഒരു മാഷിൻ്റെയൊക്കെ ലൈഫ് ഇതിനകത്ത് പറയുന്നുണ്ട്. അതും ആ നാടിൻ്റെ ലൈഫും കാര്യങ്ങളൊക്കെ അതിലൂടെ മധുരമായിട്ട് ഉണ്ടാവുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന സംഭവ വികാസങ്ങളും കൂടാതെ അതിൽ വരുന്ന മധുരമായ ഒരു കണക്ക് പറയുന്ന ഒരു സിനിമയാണിത്. ഇപ്പോൾ നായിക ആമിന, ടർബോയിലാണ് കൂടുതൽ ആൾക്കാർ ഫാൻസ് വന്നത്. കുറെ ആൾക്കാർക്ക് ക്രഷ് ഒക്കെ വന്നു തുടങ്ങിയത്, കുറെ ബോയ്സ് കൂട്ടാന്നൊക്കെ പറഞ്ഞ് കുറെ വന്നു. അപ്പൊ അതിനുശേഷം ഇപ്പം ഈ ഒരു മൂവി എങ്ങനെയാണ് ഇതിന്റെ ഒരു ഇപ്പോൾ ഈ മൂവി ആ ക്യാരക്ടറിന് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. കുറച്ച് മോഡേൺ ആയിട്ടുള്ള ക്യാരക്ടറാണ് ടർബോയിൽ ചെയ്തത്. ഇതൊരു നാട്ടുമ്പുറം, ഒരു പ്രോപ്പർ നാട്ടുമ്പുറം, ഒരു ഫാമിലി ഗേൾ ആണ്. ഒരു നോർമൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു കുറച്ചൊരു പാവപ്പെട്ട ഒരു കുട്ടി ഫാമിലി, ബട്ട് നല്ലൊരു ഫാമിലി, എന്താ ഒരു സിമ്പിൾ ഗേൾ ആണ് ഇതിൽ. അപ്പൊ അങ്ങനെ ഒരു നല്ല വ്യത്യാസമുണ്ട്. ക്യാരക്ടേഴ്സ് കുറച്ചുകൂടെ മെച്ചുവറും ആണ് ഈ ക്യാരക്ടർ. അതെ. ഓക്കെ. ഹരീഷ് ചേട്ടൻ എനിക്ക് ഞാൻ ഭയങ്കര ഫാനാണ് കേട്ടോ. എനിക്ക് ഞാൻ മൂവീസൊക്കെ ഭയങ്കരമായിട്ട് ഫണ്ണി ക്യാരക്ടേഴ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. കൂടുതലും ഒത്തിരി ചിരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണോ മധുരക്കണക്കിൽ? ഇപ്പം ഇതൊരു നാട്ടുമ്പുറം കഥയാണല്ലോ. ഇപ്പം പറഞ്ഞില്ല, നാട്ടുമ്പുറം. എല്ലാ നാട്ടുമ്പുറത്തും ഒരു പലിശയ്ക്ക് പൈസ കൊടുക്കുന്ന ഒരാളുണ്ടാവും. ആ നാട്ടുമ്പുറത്തെ ആ ഒരു ആധാരം വാങ്ങി ആ ആധാരം വെച്ചിട്ട് പൈസ കൊടുക്കുന്ന, അതിന് പലിശ ഈടാക്കുന്ന, ഈ പലിശ ഇയാളെ പിന്നെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു കാരണം ഇയാൾ ചിരിച്ച് കളിച്ചിട്ടൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നത്. ഇതിലൊരു തമാശ ഉണ്ട്, തമാശ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ചേട്ടന് നമുക്ക് കാണുമ്പോൾ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടം അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ചേട്ടന് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് അങ്ങനത്തെ ഒരു ക്യാരക്ടർ. ചേട്ടന്റെ സംസാരം തന്നെ ഭയങ്കര മൂവിയില്. പക്ഷെ ഇതിലെ ഒരു ചെറിയൊരു ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്. നെഗറ്റീവ് കിട്ടിയില്ലേ? അതായത് ഹരീഷ് കനാരനെ നമ്മുടെ മനസ്സിൽ, മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഹരീഷ് കനാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഭയങ്കര ഡയലോഗ് പ്രസന്റേഷനും ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള മൂവ്മെന്റ്സും കാര്യങ്ങളും, നമ്മൾ ആര് കണ്ടാലും ചിരിക്കുന്ന, പുള്ളിനെ ഫ്രെയിമിൽ കാണുമ്പോൾ തന്നെ മലയാളി പ്രേക്ഷകർക്ക് ചിരി വരും. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്യാരക്ടറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഹരീഷ് കനാരൻ്റെ വേറൊരു മുഖമാണ് ഇതിലൂടെ നമ്മൾ കാണിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ, ഹരീഷ് കനാരൻ എന്ന് പറയുന്ന നടന് കോമഡി മാത്രമല്ല, ഈ അദ്ദേഹത്തിന് സീരിയസും വില്ലനും എല്ലാം വഴങ്ങുന്ന ഒരു ക്യാരക്ടറാണ് അദ്ദേഹത്തിൻ്റെ. പക്ഷേ ഈ സിനിമയിലൂടെ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ വളരെ വ്യത്യസ്തമായിട്ട് തന്നെ ഭയങ്കര ചേഞ്ച് ഓവറാണ് ഫേസ്. പുള്ളിയുടെ ഡയലോഗ് പ്രസൻറ്റേഷനൊന്നും ആ ടൈപ്പേ അല്ല. പക്ഷെ എന്നാലും തമാശയിലൂടെ വില്ലനിലേക്ക് വന്നിട്ട് ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. ഭയങ്കരമായിട്ടൊരു വട്ടിപ്പലിശക്കാരനാണ്, നമ്മളൊക്കെ പണ്ട് കേട്ടിട്ടുള്ള ഒരു വട്ടിപ്പലിശക്കാരനാണ്. അത് ഭയങ്കര ഭംഗിയായിട്ട് തന്നെ അത് കനാരൻ ചെയ്തു. അത് പ്രത്യേക ഒരു അനുഭവമായിരിക്കും മലയാളി പ്രേക്ഷകർക്ക്.
ഇപ്പൊ ഞാൻ അറിഞ്ഞ ഇതിൽ എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള റോളാണ് ചെയ്യുന്നത്. മുമ്പ് ചെയ്തിട്ടുള്ളതിൽ എല്ലാവരും ഡിഫറെന്റ് ആയിട്ടുള്ള റോളാണെന്നാണ്. അപ്പം അങ്ങനെയാണ് ഇപ്പൊ ഹരീഷ് ഏട്ടനും ചെയ്യുന്നത്. അങ്ങനെ ഒരു ഡിഫറെന്റ് റോള് എല്ലാവരും വ്യത്യസ്തമായിട്ട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് ഹരീഷ് പെരടി ആയിട്ട് ഞാൻ ഹരീഷ് പെരടി വീട്ടിലിരിക്കുമ്പോഴാണ് എ ശാന്തൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ സിനിമയുടെ തുടക്കത്തിൽ അദ്ദേഹം പെട്ടെന്ന് ഈ കൊറോണയുടെ സമയത്തിൻ്റെ ആ ഡിസ്കഷൻ്റെ ടൈമിൽ പെട്ടെന്ന് അദ്ദേഹത്തിന് വയ്യാണ്ടായി. അങ്ങനെ അദ്ദേഹം പെട്ടെന്ന് മരണപ്പെട്ടു. അത് നമുക്ക് വളരെ അദ്ദേഹം നമ്മുടെ കൂടെ ഇല്ലാത്തത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ തീരാ ദുഃഖമാണ്. അതുകൂടാതെ അപ്പോൾ ഈ അതിനുശേഷം ഈ ക്യാരക്ടേഴ്സ് പറയുമ്പോൾ തന്നെ നമുക്ക് തോന്നി, ഇപ്പം നമ്മളിപ്പോൾ ഈ സിനിമയിൽ ഓരോ ക്യാരക്ടേഴ്സ് വരുമ്പോൾ ആ ക്യാരക്ടർ ആണെന്ന് ആദ്യമേ ആൾക്കാർക്ക് പെട്ടെന്ന് തോന്നരുത്. അപ്പോൾ സ്ഥിരം കണ്ടിരുന്നപ്പോൾ നമ്മളൊരു വില്ലൻ്റെ ഒരു പരിവേഷത്തിൽ വരുമ്പോൾ വ്യത്യസ്തത കുറച്ച് ഉണ്ടാക്കണം എല്ലാ ക്യാരക്ടേഴ്സിലും. ഇപ്പോൾ ആമിന് ചെയ്യുന്ന ക്യാരക്ടറാണെങ്കിൽ പോലും ആമി ഇപ്പോൾ ടർബോ, അതിനു മുമ്പ് അവർ അഞ്ചാം പാതിരയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, പിന്നെ ഭീഷ്മയിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സിലൊക്കെ വന്നത് പോലെയുള്ള ഒരു സാധനമല്ല. ടൈപ്പ് ഓഫ് ഇതിനകത്ത് നമ്മുടെ മാഷിൻ്റെ മകളായിട്ടാണ് അഭിനയിക്കുന്നത്, രണ്ടാമത്തെ മകളായിട്ടാണ്. പക്ഷെ അത് എന്നാലും കുറച്ച് മെച്യൂർഡാണ്, കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുകയും സ്വന്തം ഇഷ്ടങ്ങൾ വരെ മറച്ചു വെച്ചിട്ട് അത് ഫാമിലിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുട്ടിയായിട്ടാണ് ഇതിനകത്ത് നമ്മൾ കാണിച്ചിട്ടുള്ളത്. അങ്ങനെ വ്യത്യസ്തമായിട്ട് അങ്ങനെ ഒരാളെ കൊണ്ടുവരണം. പക്ഷെ അത് നമ്മൾക്ക് നല്ലൊരു എല്ലാ ആക്ടേഴ്സും, ഇന്ദ്രൻ സേട്ടനാണെങ്കിലും എല്ലാവരും നമുക്ക് വളരെ ഫേവറബിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത്രയും നല്ല രീതിയിലാണ് സബ്ജക്റ്റാണ് മെയിൻ ഹീറോ ഇതിനകത്ത്. സബ്ജക്റ്റ് വൈസ് നമ്മൾ ഓരോരുത്തരെ കൊണ്ടുവന്നുള്ളൂ. ഇപ്പം ആമിനെ ഇപ്പം ടർബോയും ഭീഷ്മയൊക്കെ ചെയ്തതിൽ ഡിഫറെന്റ് ക്യാരക്ടർ ആണെന്ന് ആദ്യമേ പറഞ്ഞല്ലോ. അപ്പൊ അതിലുണ്ടായിരുന്ന ഒരു വ്യത്യാസം എന്തായിരുന്നു? ഇപ്പൊ അഭിനയിക്കുന്ന സമയത്തുണ്ടായിരുന്ന ഒരു ആ ക്യാരക്ടറേ ഡിഫറെന്റ് ആണല്ലോ. അപ്പൊ അതിനനുസരിച്ചിട്ട് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഫസ്റ്റ് ടൈം ആണല്ലോ. അതെ, ഈ ഒരു ക്യാരക്ടർ ചെയ്തോണ്ടിരുന്നപ്പം ഇതുവരെ ചെയ്തതിൽ വ്യത്യസ്തമായിട്ട് എന്താ തോന്നിയത്? എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എളുപ്പമാണെന്ന് തോന്നിയിട്ടുണ്ടോ? എളുപ്പം അല്ല, അതിൻ്റെതായ വ്യത്യാസം. ഇപ്പം നമ്മൾ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഒരു മാറ്റം വരുമ്പോൾ നമുക്ക് എപ്പോഴും മുന്നേ ചെയ്തതുപോലെ ആയിരിക്കും ചെയ്യാനൊരു ടെൻഡൻസി. അപ്പോൾ ഓരോ കാര്യത്തിലും നമ്മളത് ശ്രദ്ധിക്കണം. ഓക്കെ, ഇങ്ങനൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വന്ന ആൾ ഇങ്ങനെ ചെയ്യുമോ, ഇങ്ങനെ ആയിരിക്കുമോ അവരുടെ എക്സ്പ്രഷൻ, ഇങ്ങനെ ആയിരിക്കുമോ റിയാക്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഓരോ കാര്യത്തിലും റിയാക്ഷനും കാര്യങ്ങളും, നമ്മുടെ മാനറിസംസ്, നമ്മൾ ഇടുന്ന കാര്യങ്ങൾ, ഈ അതിൽ കോസ്റ്റ്യൂമും മേക്കപ്പിനൊക്കെ വലിയൊരു പങ്ക് തന്നെയുണ്ട്. അതല്ലാതെ നമ്മുടെ മാനറിസംസും നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പം അതൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഇച്ചിരി പാടായിരുന്നു. അങ്ങനെ അത്രയും പാടൊന്നുമല്ല, എന്നാലും അങ്ങനെ ഓരോ കാര്യം ശ്രദ്ധിക്കണം. കോസ്റ്റ്യൂംസ് പറഞ്ഞല്ലോ, അപ്പൊ ട്രഡീഷണൽ ആണോ ഇഷ്ടം, മൂവീസിൽ കംഫർട്ട്, മോഡേൺ ആണോ ഇഷ്ടം? എനിക്ക് ടർബോയിലൊക്കെ ഭയങ്കര മോഡേൺ ആയിരുന്നത്. ഭയങ്കര മോഡേൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റൈലിഷ് ആയിരുന്നു. അപ്പം അതെ, അങ്ങനത്തെ ഒരു ഇതെന്ന് പറയുമ്പോൾ ഭയങ്കര ട്രഡീഷണൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫാമിലി ആണല്ലോ. അപ്പൊ അവിടെ നമ്മൾ ഭയങ്കര എത്നിക്കായിട്ട്, ഇപ്പൊ എത്നിക്കിൽ തന്നെയാണെങ്കിൽ നമുക്ക് ഭയങ്കര കുറച്ചുകൂടെ ക്ലാസി ആയിട്ട് ഡ്രസ്സ് ചെയ്യാം, കുറച്ചുകൂടെ സിമ്പിളായിട്ടും ഡ്രസ്സ് ചെയ്യാം. അപ്പൊ ഇതിലെന്ന് പറയുമ്പോൾ ട്രഡീഷണലിൽ തന്നെ കുറച്ച് സിമ്പിളാണ്. അപ്പോൾ ഒരു സാധാരണ പെൺകുട്ടി ഹെയർ ഒക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഹെയർ ഒക്കെ ഞാൻ ചേഞ്ച്, ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ പറഞ്ഞപ്പോ നാട്ടിൻപുറത്ത് കുട്ടി നമ്മൾ ആദ്യം തോട്ട് ചെയ്യുന്ന ഡ്രസ് അല്ലേ ഹെയർ, നമ്മള് ഹെയർ മാറ്റണോ, ഹെയർ ഇനി എന്ത് ചെയ്യും, അങ്ങനെ തോട്ട് ചെയ്തിട്ട് ഹെയർ. പിന്നെ എന്റെ ഓൾറെഡി മറ്റേ സ്ട്രെയിറ്റ് ആയിട്ടുള്ള കിടക്കുന്നേ. അപ്പൊ എന്റെ അടുത്ത് ആദ്യം ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇപ്പൊ പുള്ളി വിചാരിച്ചത് സ്ട്രെയിറ്റൻ ചെയ്ത ഹെയർ ആണെന്നാണ്. അപ്പൊ സ്ട്രെയിറ്റൻ ചെയ്യണ്ട, ഇനി സ്ട്രെയിറ്റൻ ചെയ്യാതെ നോർമലായിട്ട് വെച്ചോ. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് ഓൾറെഡി ഇങ്ങനെയാണ്, ഇതൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഓക്കെ ശരി എന്നാ പിന്നെ ഇതിൽ തന്നെ നമുക്ക് ഇപ്പം നോർമലായിട്ട് സിമ്പിളായിട്ടുള്ള വീട്ടിലും സ്ട്രെയിറ്റ് ആയിട്ടുള്ള മുടിയുള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പം അവരൊക്കെ അങ്ങനെയും കഥാപാത്രങ്ങളുണ്ടല്ലോ. അപ്പം അവരൊക്കെ എന്താ ചെയ്യുന്നത്, അവരുടെ ഹെയർ സ്റ്റൈൽസ് സിമ്പിളായിട്ട് വെക്കുമായിരിക്കും. അപ്പം ഇവിടുന്ന് രണ്ട് ഇങ്ങനെ വെക്കുക, അങ്ങനത്തെ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങളായിരുന്നു. നാട്ടിൻപുറത്തെ കുട്ടിയുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും കാവ്യ മാധവൻ, മഞ്ജു വാര്യർ അങ്ങനെ തോട്ടിട്ടുള്ളൂ. നാട്ടുമ്പുറം എന്നൊക്കെ പറയുമ്പോ അങ്ങനത്തെ ഒരു ക്യാരക്ടറൊക്കെ ആയിരിക്കും, മുടിയൊക്കെ ഭയങ്കര പണ്ടത്തെ ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പോലെ അല്ലല്ലോ. അങ്ങനെ തിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഹെയറിന്റെ കാര്യത്തിൽ? അത്രയും പോയിട്ടില്ല. ബിക്കോസ് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ സിമ്പിൾ ആയിട്ടുള്ള വീട്ടിലാണെങ്കിലും എല്ലാവരും അത്രയും ലോങ് ഹെയർ ഒന്നും വെക്കണം എന്നില്ല. എല്ലാവരും ഇപ്പൊ ഇച്ചിരിയൊക്കെ മാറിയിട്ടുണ്ട്. അതൊക്കെ ആ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു ടൈമിലായിരുന്നു അങ്ങനെ അത്രയും ലോങ് ഹെയറും അതൊക്കെ പിന്നി കെട്ടി അങ്ങനെയൊക്കെ നടക്കുന്നത്. ഇപ്പൊ എന്ന് പറയുമ്പോ അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സിമ്പിൾ ആയിട്ടുള്ള സാധാരണക്കാരും ഷോർട്ട് ഹെയറും ഫ്രീ ഹെയറും പിന്നെ രണ്ട് സൈഡിൽ നിന്നും അങ്ങനെയൊക്കെ ഇങ്ങനെ വെച്ചിട്ടൊക്കെ പോകുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു സ്റ്റൈലാണ് ഇത് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്.
ഇപ്പൊ ഹരീഷ് ചേട്ടനും പറഞ്ഞിട്ടുണ്ടോ നേരത്തെ ഒത്തിരി ഇതുപോലെ ഫണ്ണി ക്യാരക്ടേഴ്സ് കോമഡിയും ചെയ്തിട്ട് ഇത് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ഏതാണ് ബെറ്റർ ചേട്ടന് കംഫർട്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? എപ്പോഴും നമ്മൾ ആ ഒരു ക്യാരക്ടർ ചെയ്ത് ശരിക്കും എപ്പോഴും നമുക്ക് ചിരിപ്പിക്കാനാണ് പാട്. അല്ല, ചിരിപ്പിക്കാനാണ്, ഒരാളെ ചിരിപ്പിക്കാൻ ഭയങ്കര പാടാണ്. നമ്മൾ സ്റ്റേജിലാണെങ്കിലും സിനിമയിലാണെങ്കിലും കരയിപ്പിക്കാൻ ഒരാളെ കണ്ണ് നിറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മറ്റേയാളെ കണ്ണ് നിറയും. അതർത്ഥം ശരിയാണ്. അപ്പൊ ഈ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തത് വളരെ ചിരിച്ച് അങ്ങനെയൊക്കെയാണ് പ്രസന്റ് ചെയ്തത്. ശ്യാമേട്ടനോട് ചോദിച്ചപ്പോൾ ശ്യാമേട്ടൻ പറഞ്ഞു ഓക്കെ ഇത് കറക്റ്റാണ് ഹരീഷ് എന്ന് പറഞ്ഞു. പിന്നെ ഡബ് ചെയ്തപ്പം ഡബിങ് സൂട്ടെന്ന് എഞ്ചിനീയർ പറഞ്ഞു ഹരീഷ് ഭായി ആദ്യമായിട്ടാണല്ലോ ഇങ്ങനത്തെ ക്യാരക്ടർ ചെയ്ത് രസമായിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് വിശ്വാസം പിന്നെ എനിക്ക് ഞാൻ ഹരീഷ് ചോദിച്ചത് എന്ന് പറഞ്ഞാൽ ഹരീഷ് ഓക്കെയാണ്. ഇത് കഴിഞ്ഞ് ഹരീഷേട്ടൻ എനിക്ക് ഒരു വോയിസ് മെസ്സേജ് അയച്ച് ഹരീഷേ ഞാൻ പടം ഫുള്ള് കണ്ടു, നമ്മളെ പടമായതുകൊണ്ട് പറയല്ല, ലേഖമൊന്നുമില്ല, നന്നായിട്ട് വന്നിട്ടുണ്ട്, പിന്നെ നിൻ്റെ ക്യാരക്ടർ നീ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ സിനിമയിൽ ഹരീഷേട്ടൻ്റെ ക്യാരക്ടർ എന്നെ പഠിപ്പിച്ച മാഷാണ്, കണക്ക് പഠിപ്പിച്ച മാഷാണ്. ശരിക്കും ഹരീഷേട്ടനെ പഠിപ്പിച്ചിട്ടുണ്ട് ജീവിതത്തിൽ. നാടകം പഠിപ്പിച്ചിട്ടുണ്ട് 10ാം ക്ലാസ്സിൽ. അപ്പൊ ആ നാടകം അന്ന് വിചാരിച്ചു നാടകമൊക്കെ പഠിപ്പിച്ച ആ ആളുടെ കൂടെ ഒരു സിനിമയൊക്കെ ഇത് മുന്നേ ചെയ്തിട്ടുണ്ട്. ഗോതയിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളൊരു നാട്ടുകാർ ഹരീഷേട്ടൻ അരനിക്കൽ, ഞാൻ പെരുമണ്ണ, ഇതിൽ കുറെ കോഴിക്കോട് കൂട്ടായ്മകളുണ്ട്. പിന്നെ ഈ ക്യാരക്ടർ ചെയ്യുന്നത് കോഴിക്കോട് സ്ലാങ് മിക്ക സിനിമയിലും ഉണ്ടല്ലോ, അത് ചേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ ചേഞ്ച് ചെയ്ത് ഒരു പ്രാവശ്യം കാസർഗോഡ് സ്ലാങ് ചെയ്തിട്ടുണ്ട് പുത്തൻ പണത്തില്. അതും ഇതും കോഴിക്കോടായിട്ട് കുറച്ച് എളുപ്പമുണ്ട് ചെയ്യാൻ. പിന്നെ വേറെ ഒന്നും ചെയ്തില്ല. ഇനി ഒരു ട്രിവാൻഡ്രം സ്ലാങ് വരുവാണെങ്കിൽ ചിലപ്പോ പകുതി വെച്ച് പൊട്ടിപ്പോവും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോ കറക്റ്റ് ട്രിവാൻഡ്രം ഭാഷ സ്ലാങ് ആയിരുന്നു, പിന്നെ അത് മാറ്റി എടുക്കാൻ ഭയങ്കര എന്തിരുന്നൊക്കെയാ കോളേജിലൊക്കെ പോയപ്പോ എന്തിര് ചേട്ടാ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ അവര് കളിയാക്കിയപ്പോ ഞാൻ തന്നെ ഉണ്ടാക്കി ചേഞ്ച് ചെയ്തു ആ ഒരു സംസാരം. ഇപ്പൊ നാട്ടിൽ പോകുമ്പോ അവര് പറയുമോ നിനക്ക് ഭയങ്കര ജാട, നീ ഇപ്പൊ അവിടെ പോയപ്പോ സ്ലാങ് ഒക്കെ മാറ്റി. പക്ഷെ സ്ലാങ് മാറ്റാൻ അതും അഭിനയിക്കാന്നൊക്കെ പറയുമ്പോ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അല്ല, നമ്മള് ജനിച്ചു വളർന്ന നാടിന്റെ സ്ലാങ് ഉപയോഗിക്കുക എന്നുള്ളത് നല്ലതല്ലേ? നല്ലതാണ്. പക്ഷെ ഇപ്പോഴും ആൾക്കാര് നിങ്ങളായാലും ഇപ്പം എന്തിര് എന്നൊക്കെ പറയുമ്പോ നിങ്ങൾക്ക് ഒരു ആ ഒരു കറക്റ്റ് ഞാനിപ്പോ ഒരു സെന്റൻസ് നിങ്ങൾ ചിരിക്കും. അതുകൊണ്ട് ആ ഒരു എല്ലാവരും അതെ ഈ ആക്ടിങ് സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സബ്ജക്റ്റുകൾ ചിലപ്പോൾ ആ സബ്ജക്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ചില ലൊക്കേഷൻസ് ഉണ്ട്. ആ ലൊക്കേഷൻസ് എന്ന് പറയുമ്പോൾ ആ സമയത്ത് അവിടുത്തെ സ്ലാങ് ആയിരിക്കും നമ്മൾ ആക്ടേഴ്സ് പറയുന്നത്. അപ്പോൾ ഓൺ വോയിസ് ഡബ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ സ്ലാങ് വരണം, എന്നാലേ അത് ആവുള്ളൂ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഹരീഷ് കണാരൻ്റെ എല്ലാ പടങ്ങളിലും ശരിക്കും കോഴിക്കോട് സ്ലാങ്ങും ആണ് എപ്പോഴും. പക്ഷെ അത് ഒരു സുഖമാണ് ആൾക്കാർക്ക് കേൾക്കുമ്പോഴും കേട്ടത്. അതുപോലെ ഈ സിനിമയിലും കോഴിക്കോട് സ്ലാങ് ആണ്. കാരണം ഇത് കോഴിക്കോട് മുക്കം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് ഷൂട്ട് ചെയ്തത്. കോഴിക്കോട് സ്ലാങ് ആണ് എല്ലാവരും, ഒത്തിരി ഇല്ല എന്നാലും സ്ലൈറ്റ് ആയിട്ട് ചില സാധനങ്ങളൊക്കെ ആ സ്ലാങ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണാരൻ ആദ്യമായിട്ട് നമ്മുടെ ഫസ്റ്റ് ഷെഡ്യൂളിൽ ഇത് ജോയിൻ ചെയ്ത ദിവസം ഫസ്റ്റ് എടുക്കുന്ന ആ സീൻ തന്നെ ഒരു ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ടുള്ള സാധനമാണ് ആദ്യം എടുത്തത്. ആ സാധനം എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു മൊത്തത്തിൽ പുള്ളി വിചാരിച്ചില്ല. പുള്ളി വിചാരിച്ച് ആദ്യം വേറെ ഏതെങ്കിലും സാധനം ആയിരിക്കും എടുക്കുന്നത്. പെട്ടെന്ന് തന്നെ ഒരു നെഗറ്റീവ് സാധനമാണ് ആ സീനാണ് എടുത്തത്. പക്ഷെ അത് തന്നെ അത് ഒരൊറ്റ ടേക്കിൽ തന്നെ ഫസ്റ്റ് ഷോട്ട് ആ ഒറ്റ ടേക്കിൽ തന്നെ ഓക്കെ ആയിരുന്നു. അപ്പൊ ഈ ക്യാരക്ടർ എങ്ങനെയായിരിക്കണം? കാരണം ഇങ്ങനത്തെ ആൾക്കാർ എപ്പോഴും പുറമെ ഭയങ്കര മാന്യന്മാരായിരിക്കും, വളരെ നീറ്റിൽ ഡ്രസ് ചെയ്ത്. ഉള്ളിലിരിപ്പ് ഭയങ്കര മോശമായിരിക്കും. കാരണം ഞാൻ ആ സമയത്ത് പിന്നെ ഞാൻ അപ്പോൾ ആ ക്യാരക്ടർ പിടിക്കാൻ അപ്പം നോക്കുമ്പോൾ ശ്യാമേട്ടൻ കുറിയൊക്കെ തൊട്ടിട്ട് നടുക്കൊരു പൊട്ടൊക്കെ തൊട്ടിട്ടല്ല. അപ്പം ഞാൻ ശ്യാമേട്ടൻ ഒരു കുറിയൊക്കെ തൊട്ട് ശ്യാമേട്ടൻ അങ്ങനത്തെ ആളാന്നല്ല ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ചെയ്തപ്പോ അങ്ങനെയാണ് ചെയ്തത്. ഇയാള് പിന്നെ ഈ പലിശയ്ക്ക് പൈസ കൊടുക്കുന്ന പിന്നെ ആധാരം വാങ്ങി വെക്കൽ ഇയാൾ പറയുന്നത് ഇതൊക്കെ ഒരു ഫോർമാലിറ്റി എന്നുള്ള രീതിക്കാണ് പറയുന്നത്. പക്ഷേ ഇയാളെ മനസ്സിൽ ഇയാൾ പലിശ അടയ്ക്കാതെ ലാസ്റ്റ് ഈ സ്ഥലം ഇയാളെ കയ്യിൽ വരണം എന്നുള്ളൊരു ആ ഒരു മനസ്ഥിതിയുള്ള ഒരാളാണ് ഇയാള്. സംഭവം
ഇപ്പൊ ഞാൻ പോസ്റ്റർ കണ്ടപ്പോ കണ്ടായിരുന്നു ചന്ദനക്കുറിയൊക്കെ ഇട്ട്. അപ്പൊ ഞാൻ വെച്ച് ഓക്കെ വളരെ ഡീസെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണെന്നാണ് വിചാരിച്ചത്. അപ്പം ഉള്ളില് വേറൊരു ക്യാരക്ടർ എന്നാണ് പറയുന്നത് ആ ഒരു വിശേഷം. നിങ്ങള് ആൾക്കാരൊന്ന് ശ്രദ്ധ തിരിക്കാൻ അങ്ങനെ ഒരു പോസ്റ്റർ കൊടുത്തേറ്റ് ചന്ദനക്കുറിയൊക്കെ ഇട്ട് ഭയങ്കര. അല്ലാതെ ഈ സിനിമ കാണുമ്പോഴാണ് അതിന്റെ കനാരൻ എന്താണ്, ആ ടൈപ്പ് ക്യാരക്ടർ എന്താണെന്നുള്ളത്. അപ്പൊ ഇതുവരെ കാണാത്ത ഒരു അതെ, ഹരിശേഷനെ ഇതുവരെ നമുക്ക് ആ ഒരു മൂവിയിൽ കാണാം. അതെ. ഇപ്പൊ ട്രെയിലർ കണ്ടപ്പോ ഫുള്ള് സീരിയസ് ആയിട്ടുള്ള കുറെ സീക്വൻസ് ആണ് കണ്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും എന്തോ കൊലപാതകമുള്ള പോലെ അല്ലെങ്കിൽ ഒരു ഭയങ്കര ക്രൈം ത്രില്ലർ പോലെ തോന്നിയിട്ടുള്ളു. അപ്പൊ അങ്ങനത്തെ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ത്രില്ലിംഗ് ആണ് ഇതിന്റെ. ഇപ്പൊ അതായത് ഈ സിനിമ ഒരു എൻഡിങ് വരുന്ന സമയത്ത് എന്നോടുകൂടി ഇതിന്റെ ഒരു ത്രില്ലർ ടൈപ്പിലേക്ക് മാറുന്നുണ്ട് ഈ സാധനം. ഇതിലങ്ങനെ മാറുന്നുണ്ട്, കുറച്ച് സസ്പെൻസ് ഉണ്ട് ഇതിനകത്ത്. അത് ലാസ്റ്റത്തെ പോർഷനിലാണ് സസ്പെൻസ് ഒക്കെ വരുന്നത്. അത് തീർച്ചയായും അതൊരു നല്ലൊരു, അതായത് നല്ലതിനെ മാത്രം, നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് ഒരു കാര്യമുണ്ടല്ലോ, നമ്മളെന്തും സിനിമയിൽ നല്ലതിനെ മാത്രം സ്വീകരിക്കും അവർ. ഇപ്പോൾ പഴയ പോലെയല്ല, ഇപ്പോൾ എത്ര ഒത്തിരി പടങ്ങൾ, പുതിയ ആൾക്കാരുടെ പടങ്ങളും എല്ലാം വന്ന് നല്ല സബ്ജക്റ്റിലാണ് അവർ. അപ്പോൾ അത് നമ്മൾ നല്ല രീതിയിൽ സബ്ജക്റ്റ് അത് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ആ മലയാളി പ്രേക്ഷകർക്ക് കൊടുക്കുമ്പോൾ അവർ നല്ലതിനെ സ്വീകരിക്കുന്ന മലയാളി പ്രേക്ഷകർക്ക് വലിയൊരു വലിയ അനുഭവമായിരിക്കും ഈ സിനിമ മധുരക്കണക്ക്. ഓക്കെ. ഇപ്പം ബാക്കിയുള്ള ക്രൂ മെമ്പേഴ്സിനെ പറ്റി ഇപ്പൊ ഇന്ദ്രൻ ചേട്ടനുണ്ട്, ഇന്ദ്രൻ ചേട്ടൻ ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് അവരുടെ വർക്ക് ചെയ്തപ്പോൾ? ഇന്ദ്രൻ ചേട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറേ സിനിമകളിൽ ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളറായിരുന്നു ഏകദേശം 30 വർഷത്തോളം. ലെനിൻ സാറ്, ബാലേന്ദ്ര മേനോൻ, വിജയ് തമ്പി, മെഡിമിക്സ്, അങ്ങനെ കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ കുറേ പടങ്ങളിൽ ഇന്ദ്രൻ ചേട്ടനായിട്ട് ഒരുമിച്ച് ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളർ, ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഒത്തിരി പടങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്, കുറേ കാലം ട്രിവാൻഡ്രത്ത് താമസം ഉണ്ടായിരുന്നു ഞാൻ. ആ സമയത്തെല്ലാം അതിനൊക്കെ കഴിഞ്ഞിട്ട് ഈ സിനിമയുടെ സബ്ജക്റ്റ് പറയുന്ന സമയത്ത് ഇന്ദ്രൻ ചേട്ടൻ വളരെ വളരെ ഹാപ്പി ആയിട്ടാണ് കേട്ടു, വന്നു നല്ല രീതിയിൽ വന്ന് നമ്മുടെ കൂടെ സഹകരിച്ചു. വളരെ നല്ല, അതായത് ഒരു താരജാട, ഇതിനകത്ത് ആർക്കും ഒരു താരജാടയോ അങ്ങനെ ഒന്നുമില്ലാതെ എല്ലാവരും അത്ര എക്സ്പീരിയൻസ് ഉള്ള ആള്. അതും ഞാൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയിൽ വന്നിട്ട് എന്നോട് വളരെ വളരെ കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആദ്യമായിട്ട് സംവിധാനം ആൾക്കാർ പറയുന്ന പോലെയാണോ സംവിധാനം ചെയ്തതല്ല, റിയൽ ലൈഫിൽ എങ്ങനെ തോന്നി ഇവരോടൊക്കെ വർക്ക് ചെയ്തപ്പോ? അല്ല, ഇവരുടെ കൂടെ എല്ലാം വർക്ക് ചെയ്ത് നമ്മളൊരു ഫാമിലി പോലെ ആയിരുന്നു നമ്മുടെ ഫാമിലി. കാരണം ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് നിൽക്കുമ്പോഴും എപ്പോഴും ഡയറക്ഷൻ, ഞാൻ അങ്ങനെ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ എല്ലാ പടങ്ങളും ചെയ്യുന്നത്. കാരണം ആർട്ടിസ്റ്റുകളായിട്ടും എല്ലാവരും. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ അത്രയും ക്രൂവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ എൻ്റെയിലും ക്രൂ ഒക്കെ വളരെ കുറവായിരുന്നു, വളരെ ഒതുങ്ങിയ ആൾക്കാർ. എല്ലാവരും വന്ന് നമ്മളൊരു ഫാമിലി രീതിയിലാണ് എല്ലാവരും വർക്ക് ചെയ്തത്. നല്ല രാവിലെ എല്ലാവരും ഒരുമിച്ച് പോകുന്നു. അങ്ങനെ ലൊക്കേഷനിലാണെങ്കിൽ പോലും വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തത്. എല്ലാ ആർട്ടിസ്റ്റുകളും നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തു. അതുകൊണ്ടാണ് നമുക്ക് എന്നെപ്പോലെ ഒരു നവാഗതനായിട്ടുള്ള ഒരാൾക്ക് ഇത് നല്ല രീതിയിൽ തീർക്കാൻ പറ്റിയത്. ഇപ്പം ആമിന ഇപ്പൊ നായികയായിട്ട് അഭിനയിച്ചു. ഇപ്പൊ നായകൻ വന്നിട്ട് ഹരീഷേട്ടന്റെ മോനാണ്. എങ്ങനെയായിരുന്നു ആ ഒരു പേര്? എങ്ങനെയുണ്ടായിരുന്നു? അത് ഓഡിയൻസ് ആണ് പറയേണ്ടത്. വർക്ക് ചെയ്തപ്പോ നല്ലതായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നല്ല രീതിയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഇത് ടെൻഷനോ അങ്ങനെ എന്തെങ്കിലും പുതിയൊരു ഇതാണല്ലോ ഇങ്ങനെ ഒരു നായികയായിട്ട് കുറച്ച് ലഭിതായിട്ടൊക്കെ അഭിനയിക്കുന്ന സമയത്ത് എങ്ങനെയും ഡിഫറെന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു? അത് കുറച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കോഓപ്പറേറ്റീവ് ആയിരുന്നു. അത്യാവശ്യം നല്ല കംഫർട്ടബിളും. ഓക്കെ, പുള്ളിയാണെങ്കിലും ഞാനാണെങ്കിലും എന്തുകൊണ്ടെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ ഒരു കമ്മ്യൂണിക്കേഷൻ നല്ല പ്രോപ്പർ ആയിരുന്നു. അപ്പൊ അത് കാരണം നമുക്ക് അങ്ങനെ അത്രയും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല നമ്മൾ അഭിനയിക്കുന്ന ടൈമിൽ. എന്തുണ്ടെങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അവിടെ ബിൽഡ് ആയിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് കൈൻഡ് ഓഫ് കംഫർട്ടബിൾ. അപ്പൊ ഈ ഒരു മൂവി ഇറങ്ങുമ്പോൾ നേരത്തെ ഒരു മോഡേൺ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്ന ഒരു ഫാൻസ് ബേസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഇറങ്ങുമ്പോൾ ഈ നാട്ടും പുറത്ത് ഒരു ഫാൻസ് അല്ലെങ്കിൽ കുറെ ക്രഷ് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എന്നാലും വരുമ്പോ അറിയാലോ, ഉറപ്പായിട്ടും ഉണ്ടാവും. കാരണം ഞാനൊന്നും പറയത്തില്ല. അത് ഇവരുടെ വിഷ്ണു പേരടിയും, അതായത് ഹരീഷ് പേരടിയുടെ മകൻ വിഷ്ണു പേരടിയും ആമിനയും കൂടെ അഭിനയിച്ച സോങ്ങാണ് ആദ്യം റിലീസ്. അതിൽ ആ സോങ്ങിന്റെ ലിറിക്സ് തന്നെ സന്തോഷ് വർമ്മയാണ് ലിറിക്സ്. പിന്നെ അത് പാടിയിരിക്കുന്നത് ഹരിശങ്കറും നിത്യാമാമനുമാണ്. അത് തന്നെ വളരെ, ആ പാട്ട് നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് നല്ല റെസ്പോൺസ് ആയിരുന്നു ആ പാട്ടിന്. കാരണം അത് ബേസിലിൻ്റെയും മനോരമ മ്യൂസിക്കുമാണ് എടുത്തിരിക്കുന്നത്.
നല്ല റെസ്പോൺസ് ആയിരുന്നു. പിന്നെ ഇത് വിഷ്ണുവിനെ കുറിച്ച് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണുവിൻ്റെ ആദ്യത്തെ സിനിമയാണ്, വിഷ്ണു പേരടിയുടെ ആദ്യത്തെ സിനിമയാണ് ഇത്. പക്ഷേ ഒരു ആദ്യത്തെ സിനിമയാണെന്ന് എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഇപ്പോൾ ഡയറക്ഷനിലാണെങ്കിലും നമ്മൾ എന്ത് പറഞ്ഞു ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞത് കറക്റ്റായിട്ട് വരുന്നുണ്ട്. കാരണം ആദ്യമായിട്ട് വരുന്ന ഒരാളുടെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ടെൻഷനോ ഒന്നും വിഷ്ണുവിന് ഉണ്ടായിരുന്നില്ല. കാരണം അതൊരു ഹരീഷ് പേരടി അച്ഛൻ അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ ഒരു ഇതായിരിക്കാം ചിലപ്പോൾ. അതെ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് വിഷ്ണു പേരടി. കാരണം ഇനിയും ചിലപ്പോൾ ഈ സിനിമ കഴിയുമ്പോൾ വിഷ്ണുവിന് ഒത്തിരി പടങ്ങൾ വരും എന്നുള്ളതാണ് വിശ്വാസം. ഓക്കെ, ഇപ്പോൾ ഹരീഷ് ചേട്ടാ ഇപ്പൊ ഇതില് സെന്തിലുണ്ട്, ഇന്ദ്രൻ ചേട്ടനുണ്ട്, ഹരീഷ് ചേട്ടനുണ്ട്. അപ്പൊ എല്ലാവരുടെയും കൂടെ ഒന്ന് അഭിനയിച്ച സമയത്ത് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് അല്ലേ? അപ്പം എങ്ങനെയുണ്ടായിരുന്നു സെറ്റിലൊക്കെ? നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു എല്ലാവരും. എന്തെങ്കിലും മൊമെന്റ്സ് ഓർമ്മയുണ്ട്? എന്തെങ്കിലും ചേട്ടൻ ഭയങ്കര ഫണ്ണി ആയോണ്ട് അങ്ങനെ എന്തെങ്കിലും? അതില് നമ്മള് സെന്തില് ഒന്ന് അടിക്കുന്നൊരു സീക്വൻസ് അല്ലേ? അതെ അതെ. സെന്തിൽ ഞാൻ ആ ഒരൊറ്റ കോമ്പിനേഷനേ ഉള്ളൂ, അടിക്കുന്ന ഒരു കോമ്പിനേഷൻ. ഓക്കെ, അല്ല അത് അടി ഇങ്ങനെ റിയൽ ആയിട്ടൊക്കെ വന്നിട്ട് കൊള്ളേണ്ട സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ. ചേട്ടനോ? അതെ, റിയൽ ആയിട്ട്. അപ്പൊ ഈ ഞാൻ ചോദിക്കട്ടെ, അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ ഫൈറ്റ് ഒക്കെ ഇപ്പൊ റിയൽ ആയിട്ട് കൊള്ളുന്നതാണോ? ഈ ചിലതൊക്കെ കൊള്ളും, ചിലത് കൊള്ളൂല, കൊണ്ടു കഴിഞ്ഞാൽ ആരും മിണ്ടാറില്ല. അല്ല, ഇത്രയും നാളെ കുറെ ഫൈറ്റ് സീൻ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള ഇതായിരുന്നല്ലോ. അപ്പൊ ഇതിന് സീരിയസ് ആയതുകൊണ്ട് അതിനനുസരിച്ചുള്ള ചിരി വന്നിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും ഒരു സീക്വൻസ് ചെയ്യുമ്പോഴത്തേക്കും? ആ ഒരു ചീറ്റി വരണ്ട വന്നിട്ടുണ്ടോ? അങ്ങനെ ഇല്ല, സീരിയസ് ആയിട്ട് ആ ഒരു റോളിൽ തന്നെ ചെയ്തു. അപ്പൊ ഇത്രയും നാളും ചെയ്തതിൽ ഡിഫറെന്റ് ക്യാരക്ടർ ആയതുകൊണ്ട് ഇനി ഇങ്ങനത്തെ ക്യാരക്ടർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? ഇത് ആദ്യത്തെ ഇറങ്ങട്ടെ എന്നിട്ടല്ലേ. അല്ല, നമ്മളിങ്ങനെ പറയുമല്ലോ എനിക്ക് കുറച്ച് വില്ലന്റെ കുറച്ച് ക്യാരക്ടർ. സത്യത്തിൽ ഇത് ഷൂട്ടിന്റെ സമയത്ത് പോലും ഞാൻ മോണിറ്ററിൽ നോക്കിയിരിക്കുമ്പോൾ ഹരീഷ് ചിലപ്പോൾ ഒരു റഫായിട്ടുള്ള ഡയലോഗ്സും കാര്യങ്ങളും പറയുമ്പോൾ തന്നെ നമ്മൾ ഇതുവരെ കാണാത്തൊരു മുഖമാണ് പുള്ളിയുടെ. അത് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഭയങ്കരമായിട്ട്. അതായത് ഏത് വേഷവും വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ പുള്ളി നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. ചെയ്യുന്ന ഒരാളും കൂടിയാണ്. ഇനിയിപ്പോൾ അത് ഇനി വേഷങ്ങൾ അതുപോലത്തെ വേഷങ്ങൾ വരും ഹരീഷ് കണാരൻ എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. നിഷ ചേച്ചിയുടെ ഒരു ക്യാരക്ടർ എങ്ങനെയായിരുന്നു ഇതില്? ഇതിനകത്ത് നമ്മുടെ ഹരീഷ് പേരടിയുടെ ഭാര്യയായിട്ടാണ് കുറെ നല്ല മുഹൂർത്തങ്ങളും കുറെ നല്ല സീക്വൻസ് അമ്മയായിട്ടാണ്, അമ്മയും മകളുമായിട്ടുള്ള കാര്യങ്ങളും പിന്നെ ഹസ്ബൻഡായിട്ട് ഹരീഷ് പേരടിയായിട്ടുള്ള കുറെ നല്ല പഞ്ച് ഡയലോഗ്സും കാര്യങ്ങളും ഒരു പ്രത്യേക ഒരു സീക്വൻസ് ഉണ്ട്. അത് രണ്ടുപേരും ഭയങ്കരമായിട്ട് ചെയ്തു. കാരണം നമ്മൾ ആ ചെയ്യണ സമയത്ത് നമ്മൾ നിന്നവരെല്ലാം ഒന്ന് കുറച്ച് അത് അവരുടെ രണ്ടുപേരും ഭയങ്കര നന്നായിട്ട് ആ ആർട്ടിസ്റ്റിന്റെ കോമ്പിനേഷൻ വന്നപ്പോൾ ഭയങ്കരമായിട്ട് രസമായിട്ട് ചെയ്തു രണ്ടുപേരും. ആ ഷോട്ട് കഴിഞ്ഞിട്ടും അതിൽ നിന്ന് ഒരു എന്താ പറയുക കുറച്ച് സെക്കൻഡ്സിലാണ് എല്ലാവരും അത് മാറാനായിട്ട്. കാരണം അത് നമുക്ക് മൈൻഡിൽ കിട്ടുന്നൊരു സാധനമാണ്. ഓക്കെ, ഇപ്പം ആമിനി നിഷ ചേച്ചിയുടെ മോളായിട്ട് അഭിനയിച്ചപ്പോൾ എങ്ങനെയാണ്? ഇപ്പം നിഷ ചേച്ചി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും അമ്മ എന്നുള്ള ക്യാരക്ടറിന് കൂടുതൽ ചെയ്യും. ഇപ്പോൾ ഉപ്പുമുളകിലായാലും സിനിമയിലായാലും അമ്മയുടെ വേഷങ്ങളിൽ ചെയ്തു. അപ്പം ആ ഒരു കോമ്പിനേഷൻ എങ്ങനെയുണ്ടായിരുന്നു? ഹാപ്പി ആയിരുന്നു ആ ഒരു കോമ്പിനേഷൻ ചെയ്യാനായിട്ട്? ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ചേച്ചിയോട് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള അത്രയും അമ്മയൊക്കെ ആയിട്ട് അങ്ങനെ. ബിക്കോസ് ഞാൻ പുള്ളിക്കാരിയുടെ മറ്റേ എപ്പിസോഡ്സ് ഒക്കെ എപ്പോഴും റെഗുലറായിട്ട് കാണത്തില്ലായിരുന്നു, എന്നാലും ഇടയ്ക്കൊക്കെ അവിടെ ഇവിടെ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് ഇഷ്ടമാണ്, പരിപാടിയൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ പുള്ളിക്കാരോട് വർക്ക് ചെയ്യാൻ പറ്റിയപ്പം എനിക്ക് സന്തോഷമായി. അതിന് പുറമെ പുള്ളിക്കാരി പേഴ്സണലി നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു അമ്മ ഫിഗറായിട്ട് തോന്നും. എൻ്റെ അടുത്താണെങ്കിലും എൻ്റെ കൂടെ അഭിനയിച്ച സമയത്ത് എനിക്ക് ആക്ച്വലി പുള്ളിക്കാരിക്ക് ഒരു ഭയങ്കര മദർലി ഭയങ്കര ബോണ്ട് എനിക്ക് എവിടേക്കൊക്കെയോ ഉണ്ടാവുമായിരുന്നു എനിക്ക്. അപ്പം ആ ഒരു സംഭവം എനിക്ക് റീലിലാണെങ്കിലും റിയലിലാണെങ്കിലും ആ ഒരു കണക്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. ഇതിന് ഈ സിനിമയിൽ വേറൊരു കാര്യമുണ്ട്. ഇതിനകത്ത് എല്ലാ ആർട്ടിസ്റ്റിന്റെ ഡയലോഗ്സ് ആണെങ്കിൽ പോലും എല്ലാവരും സിമ്പിൾ, അതായത് റിയൽ ആയിട്ടുള്ള ഒരു ഡയലോഗ്സ് ആണ് എല്ലാം ഇതിനകത്ത്. റിയൽ ആയിട്ട് സിമ്പിളായിട്ടാണ് എല്ലാവരും ചെയ്തിരിക്കുന്നത് ഭയങ്കരമായിട്ട്. കാരണം മറ്റുള്ള സിനിമകളെ പോലെ ഇങ്ങനെ ഭയങ്കര റഫ് ഡയലോഗ്സ്, മീൻസ് കടിച്ചാൽ പൊട്ടാത്ത ഡയലോഗ്സ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലുള്ള സമയമുള്ള സിമ്പിൾ റിയൽ ആയിട്ടുള്ള ഒരു ഇപ്പോഴത്തെ മൂഡിലനുസരിച്ചുള്ള സാധനം തന്നെയാണ് നമ്മൾ എല്ലാവരും ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. മധുരക്കണക്ക് അപ്പം ഡിസംബർ 4 റിലീസാവും. അതെ, അപ്പോൾ എന്തായാലും പോയി കാണാം. ഡിസംബർ 4 ഈ മധുരക്കണക്ക് കേരളത്തിലും UK-ലും ഒരേ സമയത്താണ് റിലീസ്. GCCയിൽ അതിനുശേഷം ഇപ്പം നമ്മൾ വരും. UK-ലും കേരളത്തിലും ഒരേ സമയത്ത് റിലീസാണ്.
വളരെ മലയാളികൾക്ക് നല്ലൊരു എന്താ പറയുക നല്ലൊരു ഫീൽ ഗുഡ് മൂവിയായിട്ട് വരുന്നു. സസ്പെൻസും ത്രില്ലറും എല്ലാം മലയാളികൾക്ക് ആസ്വാദം നല്ലതും സ്വീകരിക്കുന്ന മലയാളികൾക്ക് ഇത് നല്ലൊരു അനുഭവമായിരിക്കും. അപ്പോൾ എല്ലാവരും മധുരക്കണക്ക് കാണണം എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു.